ചിങ്ങമാസത്തിലെ ഇളം വെയിലിനും തുമ്പപ്പൂവിൻ്റെ നറുഗന്ധത്തിനും ഭൂമിശാസ്ത്രപരമായ അതിരുകളിൽ നിന്ന് തെളിയിക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികളാണ്. കേരളത്തിൽ പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി ഓണത്തെ വരവേൽക്കുമ്പോൾ മരുഭൂമിയുടെ ഊഷ്മളതയിലായാലും യൂറോപ്പിൻ്റെ മഞ്ഞിലായാലും ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഒരു വസന്തകാലം വിരിയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണെങ്കിലും അതിൻ്റെ വൈകാരികമായ ആഴം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരുപക്ഷെ നാട് വിട്ടു നിൽക്കുന്ന പ്രവാസികളായിരിക്കും. നാട്ടിലെ ഓണം കാഴ്ചകളുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമാകുമ്പോൾ പ്രവാസിക്ക് അത് ഗൃഹാതുരതയുടെയും കണ്ണീരിൻ്റെയും ഒപ്പം അതിജീവനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. സ്വന്തം നാടും വീടും ഉറ്റവരുമില്ലാതെ ആഘോഷിക്കേണ്ടി വരുന്ന ഓരോ ഓണവും അവരുടെ മനസ്സിൽ തീർക്കുന്നത് സമ്മിശ്രമായ വികാരങ്ങളുടെ ഒരു വേലിയേറ്റമാണ്. എങ്കിലും തങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളെ ചെറിയൊരു കേരളമാക്കി മാറ്റി അവർ മാവേലി മന്നനെ വരവേൽക്കാൻ എക്കാലത്തും തയ്യാറാകുന്നു. ഓരോ പ്രവാസിയുടെയും ഉള്ളിൽ മരിക്കാത്ത ഒരു കുട്ടിക്കാലമുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് തൊടിയിൽ പൂവിറുക്കാൻ പോയതും അത്തം മുതൽ തിരുവോണം വരെ മുറ്റത്ത് തീർത്ത പൂക്കളങ്ങളുടെ മത്സരങ്ങളും അമ്മയുണ്ടാക്കുന്ന സദ്യയുടെ കൊതിയൂറുന്ന മണവുമെല്ലാം അവരുടെ ഓർമ്മകളിൽ മായാതെ കിടപ്പുണ്ടാകും. ജീവിത സാഹചര്യങ്ങൾ അവരെ നാട് കടത്തിയപ്പോൾ അവർക്കൊപ്പം ഈ ഓർമ്മകളും വിമാനം കയറി. ഇന്ന് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ഓണം കേവലമൊരു ഉത്സവം മാത്രമല്ല, തങ്ങളുടെ വേരുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ നാട്ടിലാക്കി വിദേശത്ത് കഴിയേണ്ടി വരുമ്പോഴുള്ള നൊമ്പരം ഏറ്റവും കൂടുതൽ അവരെ വേട്ടയാടുന്നത് ഇത്തരം ആഘോഷവേളകളിലാണ്. മുറ്റത്തെ ഊഞ്ഞാലും ഓണക്കോടിയുടെ മണവും ഇല്ലാത്തിടത്ത് ആ ഓർമ്മകളെ കൂട്ടുപിടിച്ചാണ് ഓരോ പ്രവാസിയും തങ്ങളുടെ ഓണത്തെ നിർമ്മിച്ചെടുക്കുന്നത്. കേരളത്തിലേതുപോലെ ഓരോ വീടുകളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രവാസ ലോകത്തെ ഓണം. ഇവിടെ ഓണം ഒരു വലിയ കൂട്ടായ്മയുടെ പേരാണ്. ഗൾഫ് നാടുകളിലെ ബെഡ് സ്പേസുകളിലും ലേബർ ക്യാമ്പുകളിലും കഴിയുന്നവർക്ക് റൂമിലുള്ളവരാണ് സ്വന്തം കുടുംബം. പല സ്ഥലങ്ങളിൽ നിന്ന് പല ജാതിമത വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഒരുമിച്ചിരുന്ന് കിട്ടുന്ന പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങിയ ജണ്ടുമല്ലി കൊണ്ടോ ചെറിയൊരു പൂക്കളം തീർക്കുന്നു. അവരുടേതായ രീതിയിൽ അവധി ദിവസങ്ങളിൽ ചെറിയൊരു സദ്യ പാചകം ചെയ്യുന്നു. കുടുംബമായി താമസിക്കുന്നവരാകട്ടെ ഫ്ളാറ്റുകളിലെ മറ്റു മലയാളികളെയും കൂട്ടി വലിയ പൂക്കളങ്ങൾ തീർക്കുകയും എല്ലാവരും ചേർന്ന് സദ്യ ഒരുക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെയാണ് വിവിധ മലയാളി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പൻ ഓണാഘോഷങ്ങൾ. വടംവലിയും തിരുവാതിരകളിയും ചെണ്ടമേളവും ഗാനമേളകളുമായി നാട്ടിലേക്കാൾ വലിയ ആവേശത്തോടെയാണ് വിദേശത്തെ സ്റ്റേജുകളിൽ അവർ ഓണം ആഘോഷിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങുന്ന തയ്യാറെടുപ്പുകളിലൂടെ തങ്ങളുടെ നാടിൻ്റെ സംസ്കാരത്തെ വിദേശ മണ്ണിൽ അവർ സജീവമാക്കി നിർത്തുന്നു. കാലം മാറിയതോടെ പ്രവാസികളുടെ ഓണാഘോഷങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് സദ്യ ഉണ്ടാക്കാൻ പലർക്കും സമയം ലഭിക്കാറില്ല. അതിനാൽ തന്നെ ഇന്നത്തെ കാലത്ത് വിദേശത്തെ ഓണം പലപ്പോഴും ഇൻസ്റ്റൻറ്റ് ഓണമായി മാറാറുമുണ്ട്. ഓണക്കോടി കടകളിൽ പോയി വാങ്ങുന്നത് പോലെ തന്നെ സദ്യയും പായസവുമെല്ലാം ഇന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് മിക്കപ്പോഴും പതിവ്. ഉത്രാടപ്പാച്ചിൽ ഇന്ന് റെസ്റ്റോറൻറ്റുകളിലെ സദ്യ ബുക്കിങ്ങിൻ്റെ തിരക്കിലാണ്. എന്നിരുന്നാലും ഇതിനെ ഒരു കുറവായി കാണാൻ കഴിയില്ല. കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ നാടിൻ്റെ രുചിയും പാരമ്പര്യവും ഒരു ദിവസമെങ്കിലും അനുഭവിക്കണമെന്ന പ്രവാസിയുടെ അദമ്യമായ ആഗ്രഹമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ഇലയിട്ട് വിളമ്പിയ സദ്യവട്ടങ്ങൾക്ക് മുന്നിലിരുന്ന് കുടുംബസമേതം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷം വിലമതിക്കാനാവാത്തതാണ്. പുറമേ കാണുന്ന ഈ ആഘോഷങ്ങൾക്കിടയിലും പുറത്തു കാണിക്കാത്ത വലിയൊരു സങ്കടം മിക്ക പ്രവാസികളുടെയും ഉള്ളിലുണ്ട്. ഓണം നാട്ടിലെ കലണ്ടറുകളിൽ മാത്രം ചുവന്ന അക്കങ്ങളിൽ രേഖപ്പെടുത്തുന്ന അവധി ദിവസങ്ങളാണ്. വിദേശത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പലർക്കും തിരുവോണ ദിവസം ഒരു സാധാരണ പ്രവൃത്തി ദിവസം മാത്രമായിരിക്കും. നാട്ടിലെ കുടുംബാംഗങ്ങൾ പുത്തൻ കോടിയെടുത്ത് ഓണസദ്യ ഉണ്ണാൻ തയ്യാറെടുക്കുമ്പോൾ തൻ്റെ യൂണിഫോമും ഇട്ട് കനത്ത ചൂടിലേക്കോ കൊടും തണുപ്പിലേക്കോ ജോലിക്ക് പോകേണ്ടി വരുന്ന പ്രവാസിയുടെ നെഞ്ചിലെ വിങ്ങൽ ആർക്കും അളക്കാനാവില്ല. ജോലിക്കിടെ ഇടവേളകളിൽ വാട്സാപ്പ് വീഡിയോ കോളിലൂടെ നാട്ടിലെ പൂക്കളവും വീട്ടുകാരുടെ സന്തോഷവും കണ്ട് അവർ കണ്ണു നിറയ്ക്കും. തങ്ങൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമം വീട്ടുകാർക്ക് തോന്നാതിരിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുകയും കോൾ കട്ട് ചെയ്ത ശേഷം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വീണ്ടും ജോലിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഈ ത്യാഗമാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ ഓരോ വീടുകളിലെയും ഓണത്തെ കൂടുതൽ പ്രകാശപൂരിതമാക്കുന്നത്. പ്രവാസ ലോകത്തെ ഓണത്തിന് മറ്റൊരു മനോഹരമായ മുഖം കൂടിയുണ്ട്. അത് സാംസ്കാരിക വിനിമയത്തിൻ്റെതാണ്. ഇന്ന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ മറ്റു രാജ്യക്കാരും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ വിദേശികളായ സഹപ്രവർത്തകരെയും മേലധികാരികളെയും മുണ്ടും സാരിയും ഉടുപ്പിക്കാനും വാഴയിലയിൽ ചോറുണ്ണാൻ പഠിപ്പിക്കാനും മലയാളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാബലിയുടെ ഐതിഹ്യവും മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയും അവർ ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. അങ്ങനെ ഓണം കേവലം മലയാളിയുടെ മാത്രം ഉത്സവമല്ലാതായി മാറുകയും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം പകരുന്ന ഒരു ആഗോള ഉത്സവമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. എത്രയൊക്കെ ആഘോഷിച്ചാലും നാട്ടിലെ ഓണത്തിനൊപ്പം വരില്ല പ്രവാസിയുടെ ഓണം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും പിറന്ന മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹവും തങ്ങളുടെ വേരുകൾ എവിടെയാണെന്നുള്ള ഉറച്ച ബോധ്യവുമാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ഓണം ആഘോഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്.
ലോകത്തിൻ്റെ ഏത് കോണിലായാലും പ്രതിസന്ധികളോട് പൊരുതി മുന്നേറുന്ന ഓരോ പ്രവാസിക്കും ഓണമെന്നത് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പിടിവള്ളിയാണ്. ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ഒരു പൊന്നോണം ആഘോഷിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിലാണ് അവർ ഓരോ തിരുവോണവും കടന്നു പോകുന്നത്. ആ അർത്ഥത്തിൽ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും യഥാർത്ഥ മാവേലി നാട് നിലനിൽക്കുന്നത് പ്രവാസിയുടെ മനസ്സുകളിലാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകളെ സ്നേഹം കൊണ്ട് മായ്ച്ചു കളയുന്ന ഓരോ പ്രവാസിയുടെയും ഓണാഘോഷങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് ഒരിക്കലും വറ്റാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും മഹത്തായ പാഠങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.